നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ഡു യു നോ സംതിങ്? ഓരോ 3 മിനിറ്റിലും ലോകത്ത് ഒരു കോർപ്പറേറ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ 32 സെക്കൻഡിലും ഒരു ഡയറക്ടർഷിപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 15 മിനിറ്റിലും ഒരു കമ്പനിക്ക് ഓണർഷിപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 96% കമ്പനികളും 10 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 26,000-ലധികം പുതിയ ബ്രാൻഡുകൾ ഓരോ വർഷവും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴും 20%-ഓളം കസ്റ്റമേഴ്സ് അവരുടെ ബ്രാൻഡ് ലോയൽറ്റി ആ കാണുന്ന പുതിയ പ്രോഡക്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക മാർക്കറ്റ് ഇന്ന് കസ്റ്റമറുടെ കൈവെള്ളയിലേക്ക് മൊബൈലിൽ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വിത്തൗട്ട് എ പ്രോപ്പർ അപ്രോച്ച് ടു ദ കസ്റ്റമർ സെൻട്രിസിറ്റി ഇല്ലാതെ നമ്മളുടെ ബിസിനസ്സിനും സെയിൽസിനും നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് വേണ്ടത് ഡിസിഷൻ, ഡിസിപ്ലിൻ ആൻഡ് ഡിറ്റർമിനേഷൻ. സോ ഹിയർ വി സ്റ്റാർട്ട് അവർ സെയിൽസ് എക്സലൻസ്. ടൈപ്പ് ഓഫ് ഓണേഴ്സ്. ബിസിനസ്സിൽ 4 ടൈപ്പ് ഓണേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ടെക്നീഷ്യൻ, പിന്നൊന്ന് മാനേജർ, മൂന്നാമത്തതാണ് ഓണർ, നാലാമത്തത് ഓന്ത്രപ്രണർ. ഒരിക്കൽ കൂടി, ടെക്നീഷ്യൻ, മാനേജർ, ഓണർ, ഓന്ത്രപ്രണർ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ടെക്നീഷ്യൻ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവർ ടെക്നീഷ്യനാണ്. ഇവർ ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഓൾ ഇൻ ഓൾ ആണ്, 100% ഇൻവോൾവ് ആണ്. ഇവരില്ല എങ്കിൽ ബിസിനസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ട്രെയിനർ, അദ്ദേഹത്തിന് ട്രെയിനിങ് ഉള്ള ദിവസം ഇൻകം ഉണ്ട്, അടുത്ത ദിവസം ട്രെയിനിങ് ഇല്ല എങ്കിൽ 1 രൂപ വരുമാനമില്ല. അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ഈ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നത്. നമുക്ക് ചില അഡ്വക്കേറ്റ്സിനെ കാണാൻ പറ്റും, അക്കൗണ്ടൻസിനെ കാണാൻ പറ്റും, ഈ രീതിയിലുള്ള ടെക്നീഷ്യനായിട്ട്. അവർക്ക് വർക്കുള്ളപ്പം മാത്രം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാരെയാണ് നമ്മൾ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് മാനേജേഴ്സ്. ഈ മാനേജർ ടൈപ്പ് ഓഫ് ഓണേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും പ്രത്യേകം ടീമുണ്ടായിരിക്കും. ഓരോ ആളുകളെ അവർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ദേ ആർ ഇൻ ദ ബിസിനസ്. ഇവർ ഈ ബിസിനസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയില്ല. ശമ്പളത്തിന് ആളിനെ ഇരുത്തിയിട്ട് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ശമ്പളക്കാരൻ ചെയ്യേണ്ട ജോലി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്ന് തിരിയാൻ ഇവർക്ക് നേരമില്ല. ഇതാണ് ഈ പറയുന്ന ടൈപ്പ് ഓഫ് ഓണേഴ്സിൻ്റെ പ്രശ്നം. അവർക്ക് എത്ര പേരിരുന്ന് എന്തൊക്കെ ചെയ്താലും അതിൽ സാറ്റിസ്ഫാക്ഷൻ പോരാ, നേരിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർ ഒരാഴ്ചത്തേക്ക് ബിസിനസ്സിൽ നിന്നൊന്ന് മാറി നിന്നു, അല്ലെങ്കിൽ ഒരു ടൂറ് പോയി, തിരിച്ചു വരുമ്പോൾ ആ ബിസിനസ്സേ കാണില്ല. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓണേഴ്സ്, മാനേജർ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓണർ ഇൻ ബിസിനസ്, ഓണേഴ്സ്. യെസ്, റിയൽ ഓണേഴ്സ്. ഇവർ എല്ലാ ദിവസവും വരും ഓഫീസിൽ. രാവിലെ കൃത്യമായി അവർ ഓഫീസിലെത്തും, വൈകിട്ട് വരെ ഓഫീസിൽ കാണും. പക്ഷെ ഒരു കാര്യത്തിലും നേരിട്ട് ഇവരിടപെടുകയില്ല. ഇവരെന്താ ചെയ്യുന്നത്? ദേ ഹാവ് ഓൾറെഡി സെറ്റ് എ സിസ്റ്റം ആൻഡ് പ്രോസസ്. അവർക്ക് എല്ലാത്തിനും ബിസിനസ്സിൻ്റെ അകത്ത്, കമ്പനിക്കകത്ത് സിസ്റ്റം ആൻഡ് പ്രോസസ്സ് ഉണ്ട്. ആര് എന്ത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് അവിടെ വ്യക്തമാണ്. മാനേജറുടെ അടുത്ത് എന്താ സംഭവിക്കുന്നത്? മാനേജർ ടൈപ്പ് ഓഫ് ഓണേഴ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യണമെങ്കിലും അവിടുത്തെ എംപ്ലോയീസ് ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കണം. സർ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം? സർ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? ബട്ട് ഓണേഴ്സ്, അവരുടെ അടുത്തേക്ക് എംപ്ലോയീസ് എത്താറില്ല. കാരണം സിസ്റ്റം ഈസ് ഓൾറെഡി ബിൽഡ് ആൻഡ് സിസ്റ്റം റൺസ് ദ ബിസിനസ്. ഇവരൊരു 2 മാസം ബിസിനസ്സിൽ നിന്ന് മാറി നിന്നിരിക്കട്ടെ, അവിടെ ഒന്നും സംഭവിക്കത്തില്ല. ബിസിനസ് ആസ് സച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇവർക്ക് എന്താണ് ജോലി? ഇവർ ഈ ഓഫീസിൽ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദേ ആർ ഇൻ തിങ്കിങ് പ്രോസസ്.
അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റും എന്നതിനെക്കുറിച്ചിട്ട്, എങ്ങനെ ഇംപ്രവൈസേഷൻസ് വരുത്താൻ പറ്റും, അപ്ഡേഷൻസ് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, പുതിയ പുതിയ ടെക്നോളജീസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് റിയൽ ഓണേഴ്സ്. നാലാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് പീപ്പിളിനെ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെ റിയൽ ഓൺട്രപ്രണേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഇവരെന്താണ്? ഒരു ബിസിനസ്സിലും അവർ ഇൻവോൾവ് അല്ല. അവർക്ക് ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? ദേ ആർ ജസ്റ്റ് സിംപ്ലി ഇൻവെസ്റ്റിംഗ് ഇൻ അതർ കമ്പനീസ്. ഇവർക്ക് എന്താണ്? അവർ പൈസ കൊണ്ടുവന്ന് നല്ല നല്ല കമ്പനികളെ കണ്ടെത്തി ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് റിയൽ ഓണേഴ്സ്. They will not be involved in any kind of day-to-day activities. ഇവർക്ക് അവിടുത്തെ ബിസിനസ്സിൽ എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർ അതറിയാൻ ശ്രമിക്കത്തുമില്ല. They are just investors. It's called entrepreneur type of business owners. നമുക്ക് പല ഓൺട്രപ്രണേഴ്സിനും അല്ലെ ബിസിനസ് ഓണേഴ്സിനെയും കാണാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാലാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് പീപ്പിൾ, അതായത് ഓൺട്രപ്രണേഴ്സാണ് റിയൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവർ ഏത് കമ്പനിയിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓണർ ഉള്ള കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഒരിക്കലും ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ അവർ കൊണ്ട് പൈസ കൊടുക്കാൻ സാധ്യതയില്ല. അവർ മാനേജർ ടൈപ്പ്, അതായത് ഇൻ ദ ബിസിനസ്സിൽ കിടന്ന് അവിയൽ പരുവത്തിൽ കിടക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ അകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അവരെവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഓണേഴ്സ് ഉള്ള ബിസിനസ്സിൻ്റെ അകത്താണ് നമ്മളുടെ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫണ്ടിങ് ചെയ്യാറുള്ളത്. സോ വാട്ട് ഈസ് അവർ ടാസ്ക്? നമ്മളുടെ ടാസ്ക് എന്താണ്? ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കുന്നതിനും ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ എങ്ങനെ ഈ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യണം, എൻ്റെ കമ്പനിക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്തണം, അവിടെ അതെങ്ങനെ സെല്ല് ചെയ്യണം എന്ന് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ചോദിക്കാറുണ്ട്. നൗ യു ജസ്റ്റ് റിയലൈസ് വൺ തിങ്. നമ്മളുടെ ബിസിനസ് ടെക്നീഷ്യൻ ടൈപ്പ് ആണെങ്കിൽ, മാനേജർ ടൈപ്പ് ആണെങ്കിൽ, വി വിൽ നോട്ട് ഗെറ്റ് എനി കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. യു വിൽ ഗെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി ഫോർ ആൻ ഓണർ ടൈപ്പ് ഓഫ് ബിസിനസ്. ഇനി ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മളിപ്പം ടൈപ്പ് ഓഫ് ഓണേഴ്സ് പഠിച്ചു അല്ലേ? ഇതിപ്പം ഈ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഓണറാണ് എന്ന് സ്വയം ഇപ്പോൾ ഒരു ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ആരാണ്? ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഡെയിലി നമ്മൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെ, അത് ഏതൊക്കെ ടൈപ്പ്? നമുക്ക് 4 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റും. അതിൽ 1 ചീപ്പ് കസ്റ്റമർ, 2 ഡിഫിക്കൽട്ട്, 3 എഡ്യൂക്കേറ്റഡ് ആൻഡ് 4 ഇമോഷണൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. യെസ്, ഒന്നാമത്തത് ചീപ്പ് കസ്റ്റമർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദേ ആർ സിംപ്ലി ചീപ്പ്. ഇവർ എവിടെ 1 രൂപ കുറച്ച് കിട്ടുന്നു അവിടേക്ക് ഓടിപ്പോവും. എത്ര ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്താലും, എത്ര ഇവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചാലും, 1 രൂപ കുറവുണ്ടെങ്കിൽ ഇവർ നമ്മളുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് ഓടിപ്പോവും. ചീപ്പ് കസ്റ്റമേഴ്സ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ്. യെസ്, ഡിഫിക്കൽട്ട്. ഇവർ ചീപ്പിനെ പോലെ അത്ര നമ്മളുടെ അടുത്തേക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാറില്ല. ബട്ട് ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻ. പല കാര്യത്തിൻ്റെ അകത്തും ദേ ആർ സിംപ്ലി ഡിഫിക്കൽട്ട്. നമുക്ക് എന്നും തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സാണ് ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് കസ്റ്റമർ. ഇവർക്ക് എന്താണ്? എന്ത് കിട്ടിയാലും അതിൻ്റെ അകത്തൊരു പ്രശ്നം അവർ കണ്ടെത്തും. ആ പ്രശ്നത്തിനെ വെച്ചിട്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ, ബിസിനസ്സിൽ മാത്രമല്ല പേഴ്സണൽ ലൈഫിൽ പോലും ഇവർ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സോ ഫസ്റ്റ് ടൈപ്പ് ചീപ്പ് കസ്റ്റമർ, സെക്കൻഡ് ടൈപ്പ് ഡിഫിക്കൽട്ട് കസ്റ്റമർ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടല്ല, നമ്മളുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച്, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിവുള്ള കസ്റ്റമേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് അവിടെ ആരാ എഡ്യൂക്കേറ്റഡ്? ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ്, ബിൽഡേഴ്സ്, ഇവരൊക്കെ തന്നെ എഡ്യൂക്കേറ്റഡ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ്. അവർക്ക് എന്താണ് ഈ ഇൻഡസ്ട്രി എന്ന് വ്യക്തമായ ധാരണയുണ്ട്. അതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. നാലാമത്തെ ടൈപ്പാണ് ഇമോഷണൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്.
നമ്മളോടോ ഒരു പക്ഷെങ്കിൽ ബിസിനസ് ഓണർ എന്ന നിലയിൽ നമ്മളോടോ അതല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയോടോ അതുമല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിനോടോ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുന്നവർ. നമ്മളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ട് അവർക്കൊരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ദേ വിൽ നെവർ ലുക്ക് ഫോർ എ സെക്കൻഡ് ഓപ്ഷൻ. ജസ്റ്റ് ദേ വിൽ ടേക്ക് ദ ഫോൺ ആൻഡ് ഗിവ് അസ് എ കോൾ. നമ്മളെ നേരിട്ട് അവർ വിളിക്കും. അവർക്ക് മറ്റൊരു ചിന്തയില്ല. ദേ ആർ ഇമോഷണലി ബ്ലെൻഡഡ് ടു അസ്. അതാണ് ഇമോഷണൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഇനി ഇതിൽ ഏത് കസ്റ്റമറെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? ഏതൊരു ബിസിനസ് ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നോ അവർ ഇന്നല്ലെങ്കിൽ നാളെ പൂട്ടും, ഇല്ലെങ്കിൽ ഇവർ പൂട്ടിക്കും നമ്മളെ. അപ്പോൾ എന്ത് വേണം? ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കണം. നമുക്ക് ആരെയാണ് വേണ്ടത്? എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമേഴ്സിനെ. ഇവർ ഈ പറയുന്ന ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് എന്നും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് നമ്മളുടെ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ ക്ലയൻസിനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. അവിടെയാണ് ഒരു റിയൽ ബിസിനസ്സുകാരൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം നിൽക്കുന്നത്. എന്ത്? നമ്മളുടെ കോർ കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഏത് സമയവും നമ്മളെ വേണ്ടെന്ന് വെക്കാൻ സാധ്യതയുള്ള ഈ ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് വി ഷുഡ് ഡു? നമ്മളുടെ എക്സിസ്റ്റിംഗ് ഡേറ്റാബേസ് എടുത്ത് നോക്കുക. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക. If your list contains more than 60% cheap and difficult customer, നിങ്ങളുടെ ബിസിനസ് പ്രതിസന്ധിയിലാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. മറിച്ച് നമ്മളുടെ ഡേറ്റാബേസിൻ്റെ അകത്ത് 60% മുകളിലുള്ളത് ഇമോഷണൽ ആൻഡ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ് ആണ് എങ്കിൽ ധൈര്യത്തെ നമുക്ക് എന്തും നമ്മളുടെ ബിസിനസ്സിൽ പുതുമ കൊണ്ടുവരാൻ പറ്റും. പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റും. കാരണം ദേ വിൽ ബി വിത്ത് അസ്. അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് നമുക്ക് വേണ്ടത്? വി ഷുഡ് ഫൈൻഡ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ്. നമുക്ക് വേണ്ടത് എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അവർക്ക് നല്ല സർവീസ് കൊടുത്ത് അവരെ ഇമോഷണലാക്കി മാറ്റണം. എങ്ങനെ? നമ്മൾ എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്തിട്ട് എന്ത് വേണം? അവർക്ക് ബെറ്റർ ദ ബെസ്റ്റ് സർവീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ട് ദം ഇൻ ടു ഇമോഷണൽ കസ്റ്റമേഴ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സിനെ ഇനി എൻ്റർടൈൻ ചെയ്യുകയില്ല എന്ന തീരുമാനം എപ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു, ദെൻ വി ക്യാൻ റൈസ് ടു ദ നെക്സ്റ്റ് ലെവൽ. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എൻജോയ് ചെയ്യുന്ന നമ്മളുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച്. ഈ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ ദർ ഈസ് അനദർ കണ്ടീഷൻ. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആരാണ് നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ കമ്പനിയിലെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്? യെസ്, നമ്മളുടെ സ്റ്റാഫ്, നമ്മളുടെ എംപ്ലോയീസ്. നമ്മൾ ശമ്പളം കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന എംപ്ലോയീസാണ് നമ്മളുടെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്. ഇവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യാനും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പെർഫോമൻസിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും ബേസിസിൽ നമുക്ക് നമ്മളുടെ സ്റ്റാഫിനെ, എംപ്ലോയീസിനെ 4 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. യെസ്, 4 ഗ്രേഡിൽ: എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് ആൻഡ് ഡി ഗ്രേഡ്. എങ്ങനെ? പെർഫോമൻസിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും ബേസിസിൽ. എ ഗ്രേഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് എന്താണ് ഇവർ? ഹൈ പെർഫോമിങ്, ഹൈലി കമ്മിറ്റഡ്. അവർക്ക് നല്ല കമ്മിറ്റ്മെൻ്റാണ്. കമ്പനിയോടും മാനേജ്മെൻറ്റിനോടും ഭയങ്കരമായ കമ്മിറ്റ്മെൻറ്റ്. മാത്രമല്ല നല്ല പെർഫോമൻസ് ആണ്. ദേ ആർ ഹൈലി സ്കിൽഡ്. അവരുടെ സ്കില്ലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? വി ജസ്റ്റ് നീഡ് ടു അസൈൻ. നമ്മൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് മാത്രം അവരോട് പറഞ്ഞാൽ മതി. എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നൊക്കെ വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് ധൈര്യത്തെ നമുക്ക് പല കാര്യങ്ങളും, ഇമ്പോർട്ടൻ്റ് ടാസ്കുകളും നമുക്കിവർക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് എ കാറ്റഗറി എംപ്ലോയീസ്. ഇവരെ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ദേ ആർ ഹൈലി പെയ്ഡ്. എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കോർപ്പറേറ്റ് വേൾഡ് ഫോർ എ ടൈപ്പ് ഓഫ് എംപ്ലോയീസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, ബി കാറ്റഗറി. ഈ ബി കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഹാവിങ് ഹൈ കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത കമ്മിറ്റ്മെൻ്റാണ്. മാനേജ്മെൻറ്റിനോടും കമ്പനിയോടും അപാരമായ കൂറ് പുലർത്തുന്നവരായിരിക്കും ബി കാറ്റഗറി. ബട്ട് ദേ ആർ ലാക്കിംഗ് സം സ്കിൽ. ഇവർക്ക് സ്കില്ല് കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവരുടെ പെർഫോമൻസ് പലപ്പോഴും ലോ ആയിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നെല്ലാം നമ്മൾ പറയുകയും ഇവരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ഡെലിഗേഷൻ ഇസ് നോട്ട് ദാറ്റ് സിമ്പിൾ വിത്ത് ബി ടൈപ്പ് ഓഫ് എംപ്ലോയീസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ സ്കിൽ എവിടേക്കാണ് പോരായ്മയുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രെയിനിങ് നമുക്ക് അവർക്ക് കൊടുക്കാം. അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. വ്യക്തമായിട്ട് നമ്മളുടെ ബിസിനസ്സിന് വേണ്ട രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ബി ടൈപ്പ് ഓഫ് എംപ്ലോയീസിനെ. അപ്പോൾ ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വി ക്യാൻ മേക്ക് ദം എ കാറ്റഗറി. എങ്ങനെ? ബിക്ക് എന്തൊക്കെ സ്കില്ലാണോ കുറവുള്ളത് അത് കണ്ടെത്തി അത് നമ്മൾ പുഷ് ചെയ്ത് അവർക്കതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്ത് അവരെ നമുക്ക് എ കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളുടെ ബിസിനസ്സിൽ ഹൈലി കമ്മിറ്റഡ് ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് എംപ്ലോയീസിനെ നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി കമ്മിറ്റ്മെൻറ്റ് കുറവുള്ള 2 ടൈപ്പ് എംപ്ലോയീസ്, സി ആൻഡ് ഡി. സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേങ്കിൽ നമ്മളുടെ ബിസിനസ് തുടങ്ങിയ കാലം തൊട്ട് നമ്മളോടൊപ്പമുള്ളതായിരിക്കും ഈ സി ടൈപ്പ് എംപ്ലോയി എന്ന് പറയുന്നത്. ഇവർക്ക് നല്ല സ്കില്ലുണ്ട്, നന്നായി അവർ പെർഫോം ചെയ്യുന്നുണ്ട്, അവരെ എന്ത് ടാസ്ക് ഏൽപ്പിച്ചാലും കൃത്യമായി അവർ ചെയ്യുന്നുണ്ട്. ബട്ട് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് വി കനോട്ട് ട്രസ്റ്റ് ദം. അവർക്ക് നമ്മളിൽ വിശ്വാസമില്ല. അവരെപ്പോഴും മറ്റ് എംപ്ലോയീസിൻ്റെ അടുത്തും നമ്മളുടെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും മാനേജ്മെൻറ്റിനെയും കമ്പനിയും പ്രൊഡക്റ്റിനെയും കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. പക്ഷെ നമുക്ക് ഇവരെ ഒന്നും ചെയ്യാൻ സാധിക്കാറില്ല പലപ്പോഴും. കാരണം എന്താണ്? ഇവർ നമ്മളുടെ ബിസിനസ്സിൽ വർഷങ്ങളായിട്ട്, ഒരു പക്ഷേങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ നമ്മളോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും ഈ സി കാറ്റഗറിക്കകത്ത് വരുന്നത്. ഒരു ഓൺട്രപ്രണറുടെ, ഒരു ബിസിനസ് ഓണറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി കാറ്റഗറിയെ കണ്ടെത്തി നമ്മളുടെ ബിസിനസ്സിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കണം. കാരണം ഇവരെ ഒരു രീതിയിലും നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന വിട്ടുവീഴ്ചകൾ എ ആൻഡ് ബി കാറ്റഗറി ഓഫ് എംപ്ലോയീസിനെ നമ്മളിൽ നിന്ന് അകറ്റും. അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതാക്കുന്നത് ഈ പറയുന്ന സി കാറ്റഗറി ആയിരിക്കും. 4ാമത്തെ ടൈപ്പാണ് ഡി ടൈപ്പ് ഓഫ് എംപ്ലോയീസ്. യെസ്, ഇവർക്ക് പെർഫോമൻസും കുറവാണ്, കമ്മിറ്റ്മെൻറ്റും കുറവാണ്. ഫോർ എക്സാമ്പിൾ ഫ്രഷേഴ്സ്. ഇവരിപ്പം പുതിയതായിട്ട് വന്ന് കയറിയതാണ്, മാനേജ്മെൻറ്റിനോട് അധികം അടുത്തിട്ടില്ല, അതേപോലെ തന്നെ പെർഫോമൻസിലും നമ്മളൊരു ടൈം പീരീഡ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് മറ്റൊരു കാര്യമുള്ളത്. സാധാരണ ഒരു ബിസിനസ് ഓണർ ഒരു പുതിയ എംപ്ലോയി വരുമ്പോൾ, ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കുമ്പോൾ ആരെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്? യെസ്, സി ടൈപ്പ് എംപ്ലോയിയെ വിളിച്ചിട്ട് പറയും, ദാ പുതിയ ജോയിനിങ് ആണ്, ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കിക്കോ എന്ന് നമ്മൾ പറയും. ഇവരെന്ത് ചെയ്യും? ഇവരൊരു ബ്രോഷർ എടുത്ത് കൊടുക്കും, ചെറുതായിട്ട് കമ്പനിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് 90% പറയുന്നത് എന്തായിരിക്കും? എന്തൊക്കെ പോരായ്മ ഈ കമ്പനിക്കുണ്ട്, എന്തൊക്കെ പോരായ്മ ഈ മാനേജ്മെൻറ്റിനുണ്ട്, അവർ ഇതിനു മുമ്പ് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് ഫസ്റ്റ് ഡേ തൊട്ട് ഈ ഡിക്ക് തലയ്ക്കകത്തേക്ക് കയറ്റി കൊടുക്കുന്നത്. ഇവരെന്ത് ചെയ്യും? ഒരിക്കലും ഈ ഡി ബിയിലേക്കോ എയിലേക്കോ പോകാതിരിക്കാൻ വേണ്ടി, ഇവരുടെ ചുറ്റിനും നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? they will inject that poison. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ വിഷം എടുത്തിട്ട് ഈ ഡി കാറ്റഗറിയുടെ ഉള്ളിലേക്ക് ഇവർ ഇൻജെക്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു ഫയർ ദം. കാരണം എ സി ക്ലാസ് എംപ്ലോയി ക്യാൻ നെവർ ക്രിയേറ്റ് ആൻ എ ക്ലാസ് കമ്പനി. എങ്ങനെ? ഒരു സി ക്ലാസ് എംപ്ലോയിക്ക് ഒരിക്കലും നമ്മളുടെ കമ്പനിയെ എ ക്ലാസ് ആക്കാൻ പറ്റില്ല. ലീഡേഴ്സ് അവരെ സൃഷ്ടിക്കുക, അതായിരിക്കണം നമ്മളുടെ ബിസിനസ്സിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം ലീഡേഴ്സ് ക്രിയേറ്റഡ് ആയെങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ സ്ട്രോങ് ലീഡർഷിപ്പ് ഇൻസൈഡ് അവർ എംപ്ലോയീസ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ലീഡർഷിപ്പ്.
നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഇടയ്ക്ക് ലീഡേഴ്സിനെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അതിൽ ഏതൊക്കെ ലെവലാണ് ഉള്ളത്? ഒന്നാമത്തെ ലെവലിനെ നമുക്ക് ക്വിറ്റേഴ്സ് എന്ന് പറയാം. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദേ വിൽ സിംപ്ലി ക്വിറ്റ്. അവർ റിസ്ക് എടുക്കില്ല. ഒരു തരത്തിലുള്ള റിസ്ക്കും അല്ലെങ്കിൽ ട്രയലും എടുക്കാനോ അതുമല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒരു ശ്രമം നടത്താനോ ഇവർ തയ്യാറാകില്ല. ദേ വിൽ സിംപ്ലി ക്വിറ്റ് ദ ജോബ്. രണ്ടാമത്തെ ലെവലാണ് ഫോൾട്ട് ഫൈൻഡേഴ്സ്. ഇവരെന്താണ്? ഇവർ ക്വിറ്റ് ചെയ്യില്ല. ഇവരെ നമ്മളൊരു ടാസ്ക് ഏൽപ്പിച്ചു അല്ലെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് ഒരു ടാസ്ക് വന്നെത്തി. ഇവരെന്ത് ചെയ്യും? ദേ വിൽ സിംപ്ലി ഫൈൻഡ് ഫോൾട്ട്. ഇവരെന്ത് ചെയ്യും? ഫോൾട്ട് കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് ഫോൾട്ട് ഫൈൻഡേഴ്സ് എന്നാണ്. എന്തൊക്കെ പ്രശ്നമുണ്ട് കമ്പനിക്കകത്ത്, എന്തൊക്കെ പ്രശ്നമുണ്ട് പ്രൊഡക്റ്റിൽ, എന്തൊക്കെ പ്രശ്നമുണ്ട്, ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, കസ്റ്റമേഴ്സ് എന്തൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാർക്കറ്റിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇതൊക്കെ ഇങ്ങനെ നോക്കി എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കുന്ന ലെവൽ ഓഫ് ലീഡർഷിപ്പാണ് ഫോൾട്ട് ഫൈൻഡേഴ്സ്. മൂന്നാമത്തെ ലെവലിൽ നമുക്ക് പറയാം ഇനിഷ്യൽ എന്തൂസിയാസ്റ്റേഴ്സ്. എങ്ങനെ? ഇനിഷ്യൽ എന്തൂസിയാസം ഉള്ളവർ. തുടക്കം ഇങ്ങോട്ട് വന്ന് കയറി അങ്ങ് ഷൈനിങ് സ്റ്റാറാണ്. നമ്മൾ പോലും ചിന്തിച്ചു പോകും, അയ്യോ ഇതെവിടെയായിരുന്നു ഇത് എന്നുള്ള രീതിയിൽ. ഇവർക്ക് വെറും ആരംഭശൂരത്വം മാത്രമാണുള്ളത്. എന്തും തുടങ്ങി വെക്കാൻ ഇവർക്ക് ഭയങ്കര എന്തൂസിയാസമാണ്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ, സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഇവരെന്ത് ചെയ്യും? പുതിയൊരു ടാസ്ക് അവിടെ കൊണ്ടുവരും, അതല്ലെങ്കിൽ മറ്റൊരു ഡൈവേർഷൻ കൊണ്ടുവരും. ഇത് പൂർത്തീകരിക്കാനായിട്ട് ഇവർ ശ്രമിക്കാറില്ല. പകരം അവരതിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് പുതിയൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഈ ലെവലിലുള്ളവർ ഒരു പക്ഷെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ അധിക കാലം നിലനിൽക്കാൻ സാധ്യതയില്ല. അവർ പുതിയ മേഖല തേടിപ്പോവും, പുതിയ കമ്പനി തേടിപ്പോവും. കാരണം ഇവിടുത്തെ ഇനിഷ്യൽ എന്തൂസിയാസം കഴിഞ്ഞു കഴിയുമ്പോൾ ദേ വിൽ ലുക്ക് ഫോർ സംതിങ് എൽസ്. നാലാമത്തെ ലെവൽ ഓഫ് ലീഡേഴ്സിനെ നമുക്ക് വിളിക്കാം മാസ്റ്റേഴ്സ്. യെസ്, ദേ ആർ മാസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവർക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇവരുടെ മുന്നിലുള്ള ലക്ഷ്യം ഒരു 5 സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്നിരിക്കട്ടെ. ഒരു സ്റ്റെപ്പ് വെച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു, മൂന്നാമത്തെ സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ഇവരൊന്ന് വീഴുകയാണ്. ഒരിക്കലും ഇനിഷ്യൽ എന്തൂസിയാസം പോലെ അവിടെ വെച്ച് നിർത്താറില്ല. അവരവിടെ വെച്ച് ഫോൾട്ട് ഫൈൻഡ് ചെയ്യാറില്ല, ക്വിറ്റ് ചെയ്യാറില്ല. അവരെന്ത് ചെയ്യും? എഴുന്നേക്കും, വീണ്ടും എഴുന്നേക്കും. എൻ്റെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒന്നിച്ച് അവർ മൂന്നാമത്തെ ലെവലിൽ നിന്ന് 4ലേക്ക് പോകും. 4ൽ വീണ്ടും വീണെന്നിരിക്കും. അവിടെയും ക്വിറ്റ് ചെയ്യില്ല. എന്ത് ചെയ്യും? 5ാമത്തെ ലെവലിലേക്ക് അവർ എത്തിച്ചേരുക തന്നെ ചെയ്തിരിക്കും. അതാണ് മാസ്റ്റേഴ്സ്. 5ാമത്തെ ലെവൽ ഓഫ് ലീഡർഷിപ്പ്. യെസ്, ലെജൻഡ്സ്. മാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇവരുടെ മുന്നിലുള്ള ടാസ്ക് 5 സ്റ്റെപ്പ് മുന്നോട്ട് പോകേണ്ടത് ആണ് എങ്കിൽ 1 വെച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇവർ വീഴുന്നു എന്നിരിക്കട്ടെ. മാസ്റ്റേഴ്സ് എന്താണ് ചെയ്തത്? അവിടെ ക്വിറ്റ് ചെയ്യാതെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നേക്ക് പോയി 5ാമത്തെ ലെവലിലേക്ക് എത്തിച്ചേർന്ന് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ലെജൻഡ്സ് അങ്ങനെയല്ല. 3ാമത്തെ സ്റ്റെപ്പിൽ അവർ വീണു. ദേ വിൽ നെവർ ക്വിറ്റ്. അവരെന്ത് ചെയ്യും? 2ാമത്തെ സ്റ്റെപ്പിലേക്ക് ഒന്ന് ഇറങ്ങി നിന്നിട്ട് 3ലേക്ക് നോക്കും. എവിടെയാണ് എനിക്കും എൻ്റെ ടീമിനും തെറ്റ് സംഭവിച്ചത് എന്നവർ റിയലൈസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അത് സെറ്റാക്കിയതിന് ശേഷം ഇനി അങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാവില്ല, ഇനി ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി അവർ വീണ്ടും 3ലേക്കും അവിടെ നിന്ന് ജമ്പ് ചെയ്ത് അവർ 5ലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂളായിട്ട്. ദേ വിൽ നോട്ട് ബി അണ്ടർ എനി കൈൻഡ് ഓഫ് പ്രഷർ. കാരണം അവർക്കറിയാം അവർ കടന്നു വന്നിരിക്കുന്ന വഴികൾ എല്ലാം തന്നെ ക്ലിയർ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ലീഡേഴ്സിനെയാണ് വേണ്ടത്, മാസ്റ്റേഴ്സ് ആൻഡ് ലെജൻഡ്സ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരന് ബേസിക്കായിട്ട് വേണ്ടത് നമ്മളുടെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെയും ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നയിക്കുവാൻ കഴിയുന്ന ഒരാൾക്കാണ് എപ്പോഴും ബിസിനസ്സിൽ സക്സസ് ഉണ്ടാകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി എ പെർഫെക്റ്റ് സെയിൽസ് പേഴ്സൺ. യെസ്, ഒരു നല്ല ബിസിനസ്സുകാരൻ എപ്പോഴും ഒരു നല്ല സെയിൽസ് പ്രൊഫഷണൽ ആയിരിക്കും. കാരണം എന്താണ് ഒരു സെയിൽസ് പ്രൊഫഷണൽ? ഹി ക്യാൻ ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ അറ്റ് ദ റൈറ്റ് ടൈം ടു ദ റൈറ്റ് പേഴ്സൺ.
കൃത്യമായ ചോദ്യം കൃത്യമായ സമയത്ത് കൃത്യമായ ആളിൻ്റെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ് സെയിൽസ്. ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് വി ക്യാൻ പ്രൊവൈഡ് ദം ദ പെർഫെക്റ്റ് സൊല്യൂഷൻ. അത് എക്സ്റ്റേണൽ കസ്റ്റമർ ആയിക്കോട്ടെ, ഇന്റേണൽ കസ്റ്റമർ ആയിക്കോട്ടെ, വി ക്യാൻ പ്രൊവൈഡ് ദം ദ പെർഫെക്റ്റ് സൊല്യൂഷൻ വിത്ത് സെയിൽസ്. യെസ്, നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമുക്ക് അവരിലേക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. പഠിക്കേണ്ടതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. കാരണം എന്താണ്? പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2022 കൂടി സ്കിൽഡ് അല്ലാത്ത 60% ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. എങ്ങനെ? സ്കിൽഡ്, സ്വന്തമായി ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് 2022 കൂടി ടെക്നോളജിയുടെ അതിപ്രസരം വരുന്നതോടുകൂടി, ഓട്ടോമേഷൻ സംഭവിക്കുന്നതോടുകൂടി 60% ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. സോ വി ഷുഡ് എഡ്യൂക്കേറ്റ് ദം. അവിടെയാണ് ലീഡർഷിപ്പ് ഫോർമുല നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എന്താണ് വർക്ക് എഫിഷ്യൻസി? അത് നമുക്കൊരു കഥയിൽ കൂടി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. രാമസേതു, പണ്ട് ലങ്കയിലേക്ക് പാലം പണിയാണ്. രാമസേതു പാലം പണിയുന്ന സമയത്ത് ഈ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? വാനരസേനയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാനരന്മാരെന്ത് ചെയ്യുന്നു? വലിയ ഭീമാകാരമായിട്ടുള്ള പാറകൾ കൊണ്ടിട്ട് നികത്തി ഈ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ഒരു അണ്ണാൻകുഞ്ഞ് ചെറിയ മണൽ തരികൾ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ വാനരന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ അണ്ണാൻകുഞ്ഞിനെ കളിയാക്കുകയാണ്. കളിയാക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇത്രയും വലിയ പാറ കൊണ്ടുവന്ന് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാണ് ഈ ഒരു തരി മണൽ അവിടെ കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ശ്രീരാമൻ ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് വാനരസേനയും ഈ അണ്ണാൻകുഞ്ഞിനെയും ഇരുത്തിയിട്ട് അവിടെ ഒരു ലീഡർഷിപ്പ് ഫോർമുല പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതല്ലെങ്കിൽ വർക്ക് എഫിഷ്യൻസി ഫോർമുല വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. യെസ്, വാനരന്മാർക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം ഭാരമുള്ള പാറകൾ വരെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷെ അവരിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതോ 500 കിലോ വരെ ഭാരമുള്ള പാറകളാണ്. എങ്ങനെ? 1000 റിയൽ കപ്പാസിറ്റി, പക്ഷെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് 500 കിലോഗ്രാം. അപ്പോൾ എന്ത് ചെയ്തു? വർക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 500, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ചെയ്യാൻ സാധ്യതയുള്ളത്. എങ്ങനെ? 500 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 1000 കിലോഗ്രാം ഇൻറ്റു 100. അങ്ങനെ നോക്കുമ്പോൾ വാനരന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വർക്ക് എഫിഷ്യൻസിയുടെ 50% മാത്രമാണ്. എന്നാൽ അണ്ണാൻകുഞ്ഞോ, അതിന് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 50 ഗ്രാമാണ് അതിൻ്റെ കപ്പാസിറ്റി. അതിൻ്റെ ശരീരഘടനയനുസരിച്ചിട്ട് ഇതിന് വെറും 50 ഗ്രാം മാത്രമാണ് പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് 100 ഗ്രാമാണ്. ഈ വാനരന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ ഇരട്ടിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ 100 ഗ്രാം ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100, അതായത് 200%. യെസ്, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടിയാണ് വർക്ക് എഫിഷ്യൻസി ആരുടെ? അണ്ണാൻകുഞ്ഞിൻ്റെ. സോ വലിപ്പത്തിലല്ല കാര്യം, വാങ്ങുന്ന ശമ്പളത്തിലല്ല കാര്യം, ഇടുന്ന ഡ്രസ്സിങ് സ്റ്റൈലിലല്ല കാര്യം. ചിലപ്പോൾ ഞാൻ ഡീഗ്രേഡ് ചെയ്ത് പറയുകയല്ല, നമ്മളുടെ ഓഫീസിൽ നിൽക്കുന്ന ചായ മേടിച്ചു കൊണ്ടുവരുന്ന പിയൂൺ ചെയ്യുന്ന ജോലി പോലും പലപ്പോഴും ഹൈ ലെവൽ പൊസിഷനിൽ ഇരിക്കുന്നവരുടെ വർക്ക് എഫിഷ്യൻസിയിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, വി ക്യാൻ സെറ്റ് ദ മിഷൻ ആൻഡ് വിഷൻ. എവിടേക്കാണ് ഈ കമ്പനി പോകുന്നത് എന്ന വിഷൻ സെറ്റ് ചെയ്ത് നമ്മളുടെ ടീമിന് കാണിച്ചു കൊടുക്കുക. കാരണം നമ്മളൊരു ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ്, അവിടെ ഒരു ബസ് കിടക്കുന്നു. ഈ ബസ്സിൽ ബോർഡൊന്നും വെച്ചിട്ടില്ല. ആരെങ്കിലും അതിൻ്റെ അകത്ത് കയറിയിരിക്കുമോ യാത്ര ചെയ്യാനായിട്ട്? ഇല്ല. നമ്മളാരും, സ്വബോധമുള്ള ആരും തന്നെ അങ്ങനെ ചെയ്യില്ല. പക്ഷേ നമ്മളുടെ ബിസിനസ്, നമുക്ക് ഒരു വിഷൻ ഇല്ല എങ്കിൽ, ലക്ഷ്യമില്ല എങ്കിൽ, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നമ്മളുടെ സ്റ്റാഫിന് അറിയില്ല എങ്കിൽ, ശരിക്കും ഒരു ബോർഡ് വെക്കാത്ത ബസ്സിൽ കയറിയിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് എങ്ങോട്ടേക്കോ പോകുന്നു, അവരും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നോ, വി ഹാവ് ടു സെറ്റ് അവർ വിഷൻ ആൻഡ് മിഷൻ.
പലയിടത്തും ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്പെടുക്കും, വില്ലെടുക്കും, അങ്ങ് വിടും. എവിടെങ്കിലും പോയി ഇത് കൊള്ളും, അതിന് ചുറ്റും പോയിട്ട് വട്ടം വരച്ചിട്ട് പറയും ഇതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്ന്. അല്ല, നമുക്ക് വട്ടം വരയ്ക്കാം, എന്നിട്ട് കൃത്യമായി അതിൻ്റെ ഒത്ത നടുക്ക് ഇത് കൊള്ളിക്കാം. അവിടെയാണ് നമുക്ക് വേണ്ടത് എന്ത്? ലക്ഷ്യം, വിഷൻ ആൻഡ് മിഷൻ. പലർക്കും ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്താണ് ഇത് എന്നുള്ളത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ആണ് പലയിടത്തും ഇത് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. നൗ വി ക്യാൻ ഫിക്സ് ഇറ്റ്. യെസ്, നമ്മളൊരു സ്റ്റെയർ കേസിൻ്റെ താഴെ നിൽക്കുകയാണ്. ഈ സ്റ്റെയർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്. എങ്ങനെ? ഇപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്, എൻ്റെ മുന്നിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. എവിടെ എത്തണം? വേർ ഷുഡ് ഐ റീച്ച്? അതാണ് വിഷൻ. ഒന്നുകൂടെ, എവിടെ എത്തിച്ചേരണം ഈ സ്റ്റെയർ കയറിയിട്ട് എന്നുള്ളതാണ് ആത്യന്തികമായ ആ ലക്ഷ്യത്തിന് പറയുന്നതാണ് വിഷൻ. യെസ്, ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, എനിക്ക് ഈ പറഞ്ഞ വിഷനിലേക്ക് എത്തിച്ചേരണം. എന്തിനെത്തണം? വൈ ഷുഡ് ഐ റീച്ച് ദെയർ? അതിന് പറയുന്നതാണ് വിഷൻ. അപ്പോൾ ഒരിക്കൽ കൂടി, എവിടെ എത്തിച്ചേരണം എന്നുള്ളത് വിഷൻ, എന്തിന് അവിടെ എത്തിച്ചേരണം എന്നുള്ളത് മിഷൻ. ഇനി നമ്മളുടെ മുന്നിൽ ഓരോ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അതെന്താണ്? കോർ വാല്യൂസ്. എന്തൊക്കെ എത്തിക്സ് വെച്ചിട്ട് വേണം എൻ്റെ ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും ഞാൻ വെച്ചിട്ട് ഈ മിഷൻ പൂർത്തീകരിക്കാനായിട്ട്, എൻ്റെ വിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്തൊക്കെ എത്തിക്സ് എനിക്ക് വേണം? അതാണ് നമ്മളുടെ സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പും. ഒരുപാട് ഓന്ത്രപ്രണേഴ്സിൻ്റെ പരാതിയാണ് കൊഴിഞ്ഞു പോക്ക്. എംപ്ലോയീസ് ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല, വരുന്നവർ പെട്ടെന്ന് പോവുകയാണ് എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു റീസൺ. അവർക്ക് തന്നെ ബോധ്യമില്ല ഈ ബസ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. സോ വി ക്യാൻ ഫിക്സ് എ ബോർഡ്. നമുക്ക് ബോർഡ് വെക്കാം. നമ്മളുടെ ഓഫീസിൽ നിൽക്കുന്ന ഓരോ സ്റ്റാഫും അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടി എല്ലാ ദിവസവും രാവിലെ ഈ ഓഫീസ് തുറക്കുന്നു, ഷട്ടർ പൊക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മളുടെ ഓഫീസിലെ ഓരോ സ്റ്റാഫും അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് അവർ വിഷൻ ആൻഡ് മിഷൻ? എന്തിനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന അൾട്ടിമേറ്റ് ലക്ഷ്യം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുന്നതിൻ്റെ അകത്തെ സാറ്റിസ്ഫാക്ഷൻ അവൻ എൻജോയ് ചെയ്യാൻ പറ്റൂ. സോ സെറ്റ് ദാറ്റ് വിഷൻ ആൻഡ് മിഷൻ. ഒരു ഹൈ പെർഫോമിംഗ് ടീമിനെ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം? അതിന് റിച്ചാർഡ് ബ്രാൻസൺ, വിർജിൻ എയർലൈൻസിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള റിച്ചാർഡ് ബ്രാൻസൻ്റെ ഒരു തിയറി പറയുന്നുണ്ട്. ആ തിയറി പറയുന്നത് ട്രെയിൻ യുവർ എംപ്ലോയീസ് ഇനഫ്. അതായത് നമ്മളുടെ എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം, സ്കിൽ ട്രെയിനിങ് കൊടുക്കണം. എത്രത്തോളം? നമ്മളുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് ഇവൻ ജോലിക്ക് പോകുകയാണ് എങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ശമ്പളം അവരവിടെ ഓഫർ ചെയ്തിരിക്കണം. അത്രയും പൊട്ടൻഷ്യലുള്ള സ്കിൽഡ് സ്റ്റാഫായിട്ട് ഇവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇങ്ങനെ ഇരട്ടി ശമ്പളം കിട്ടുമെന്നറിഞ്ഞാൽ ഇവരവിടേക്ക് പോകില്ലേ? ഇല്ല. ആൻഡ് there comes the second part. Love them in such a way that they will never leave you. അവരെ എങ്ങനെ സ്നേഹിക്കണം? ഒരിക്കലും എന്ത് ഓഫർ മറ്റൊരിടത്ത് നിന്ന് കിട്ടിയാലും ശരി, നമ്മളെ വിട്ടിട്ട് അവർക്ക് പോകാൻ സാധിക്കാത്ത രീതിയിൽ അവരെ നമ്മൾ സ്നേഹിക്കണം. ഷോ them a well defined career path. കരിയർ എന്തായിരിക്കും ഈ കമ്പനിക്കകത്ത് എന്നുള്ളത് നമുക്കവരെ സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണം. ഓരോ ലെവൽ കമ്പനി അച്ചീവ് ചെയ്യുമ്പോഴും അതനുസരിച്ചിട്ട് നിനക്ക് വളർച്ചയുണ്ടാകും എന്ന് വെർബലി പറയുന്നതിന് പകരം ഷോ ദം വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു കം. മൾട്ടിപ്ലൈ ദ സ്കിൽ ആൻഡ് എനർജി. അവരുടെ സ്കില്ലും എനർജിയും നമുക്ക് ഇരട്ടി, 4 ഇരട്ടി, 10 ഇരട്ടിയാക്കി ഉയർത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ട്രാൻസ്പെറൻസി. ഇപ്പോഴത്തെ IT കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കംപ്ലീറ്റ് ഗ്ലാസ് സ്ട്രക്ചേർഡ് ആണ്. എന്താണ് ഈ ഗ്ലാസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനില്ല. ഇപ്പോൾ നമ്മൾ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിലിരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ് എങ്കിൽ അതിന് പുറത്തിരിക്കുന്ന നമ്മളുടെ ടീം മെമ്പേഴ്സിന് എന്ത് തോന്നും? there is some conspiracy. ഞങ്ങൾക്കെതിരായിട്ടുള്ള എന്തോ ഗൂഢാലോചന അതിൻ്റെ അകത്ത് നടക്കുകയാണ് എന്നവർക്ക് തോന്നും. നമുക്കവിടെ വേണ്ടത് ട്രാൻസ്പെറൻസിയാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെലികോപ്റ്റർ ലാൻഡിങ് അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മളുടെ സെറ്റായിരിക്കുന്ന ഈ ടീമിൻ്റെ മുകളിലേക്ക്, തലപ്പത്തേക്ക് നമ്മൾ പുറത്തു നിന്ന് ഒരാളുടെ കെട്ടിയിറക്കാതെ ഇരിക്കുക. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ ടീമിൻ്റെ സെൽഫ് ബിലീഫ്,
സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടും. അവർക്ക് ഈ കമ്പനിയിലുള്ള കോൺഫിഡൻസ് ഇല്ലാതെയാകും. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ശരി, ഞങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഈ കമ്പനി ഉയരുമ്പോൾ ഞങ്ങളുടെ മുകളിൽ വേറെ ആളുകൾ വരും എന്നൊരു ചിന്ത നമ്മളുടെ ടീം മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് അവരുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കാം. സോ നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കാം. ഒന്ന്, നമ്മളുടെ കമ്പനിക്കകത്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവരിക. രണ്ട്, ഹെലികോപ്റ്റർ ലാൻഡിംഗ് നമ്മൾ പരമാവധി ഒഴിവാക്കുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മളുടെ എംപ്ലോയിക്ക് 2 ടാസ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ടാസ്കിൽ അവൻ 10ൽ 7 അവൻ്റെ സ്കോർ എന്ന് പറയുന്നത് 10ൽ 7 അത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് ഇൻ ദ സെക്കൻഡ് ടാസ്ക് ഹി ഈസ് ജസ്റ്റ് ബിലോ ആവറേജ്. 10ൽ 3 ഉള്ളൂ എന്ന് വെക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏതിലാണോ ഈ പിന്നോട്ട് നിൽക്കുന്നത്, ഈ 10ൽ 3 ടാസ്ക്, അതിനെ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ആ 10ൽ 7 നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യില്ല. അതിനെ തിരിച്ചറിയാതെ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും. ഇത് അവരുടെ കോൺഫിഡൻസിനെ ഇല്ലായ്മ ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ടേക്ക് ഇറ്റ് എവേ. നമുക്ക് ആ 2ാമത്തെ ടാസ്ക് ഉണ്ടല്ലോ, അവർക്ക് ഏതിലാണോ പിന്നിലോട്ട് നിൽക്കുന്നത് അതങ്ങ് എടുത്ത് മാറ്റിക്കൊടുക്ക്. ദേ ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. ഇനി ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ആ ടാസ്ക് അവരിൽ നിന്ന് എടുത്ത് മാറ്റുക. നൗ വി ക്യാൻ സീ ദ മാജിക്. ഏതിലായിരുന്നോ ഇവർക്ക് 10ൽ 7 ടാസ്ക് അല്ലെങ്കിൽ സ്കില്ലുള്ളത്, നൗ വി ക്യാൻ സീ ദ മാജിക്. ദേ വിൽ ബിക്കം 10 ഔട്ട് ഓഫ് 10 ഇൻ നോ ടൈം. അവർ ഇനി ആ പറയുന്ന പർട്ടിക്കുലർ സ്കില്ലിൽ 10ൽ 10 ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഐഡൻറ്റിഫൈ വാട്ട് സ്കിൽ മേക്ക് ദം ഡിഫറെൻറ്റ്. ബിസിനസ് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് പോലെയാണ്. ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ മാപ്പ് നോക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടൊക്കെയാണ് ബ്ലോക്കുകൾ ഉള്ളത് എന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ബ്ലോക്കുകളുള്ള വഴികളിൽ ചെന്ന് പെടാതെ, അവിടെ ചെന്ന് കയറിക്കൊടുക്കാതെ, അതിനു മുമ്പ് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് പുതിയ വഴിയിൽ അതിനെക്കാട്ടിൽ വേഗത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ചിന്തയായിരിക്കണം ഒരു ഓൺട്രപ്രണർക്ക് എപ്പോഴും വേണ്ടത്. നമ്മുടെയും നമ്മുടെ ടീമിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഏറ്റവും അധികം മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്. എങ്ങനെയാണ് ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ്റെ അകത്തെ സിഇഒമാർ, അവർക്കെന്തായാലും നമുക്ക് കിട്ടുന്ന അതേ സമയം തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് അവരതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു റിസ്ക്കും ഇല്ലാതെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ആ ബ്ലൂ പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം? നമുക്കും അത് തന്നെ ഫോളോ ചെയ്താൽ മതി. നമ്മളുടെ ചെറിയ ബിസിനസ്സിൻ്റെ അകത്ത് ഈ ഹ്യൂജ് ഓർഗനൈസേഷനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ചെറിയ ബിസിനസ്സിൻ്റെ അകത്ത് ഇത് നന്നായി ചെയ്യാൻ പറ്റും. നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെയും നമ്മുടെ ടീമിൻ്റെയും പ്രൊഡക്ടിവിറ്റി നമുക്ക് എപ്പോഴും ടു ദ മാക്സിമത്തിൽ നിലനിർത്താൻ പറ്റും. ജസ്റ്റ് നോ ഹൗ ടു മാനേജ് യുവർ ടൈം. ഈ പറയുന്ന ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന 6 സ്റ്റെപ്സ് ഫോർ ടൈം മാനേജ്മെൻറ്റ്, ഇത് നമ്മളുടെ ബിസിനസ്സിൽ ഒരു ഡെയിലി റൊട്ടീനായിട്ട് നമ്മളും നമ്മുടെ ടീമും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അവിടെയാണ് പ്രൊഡക്ടിവിറ്റി ടു ദ മാക്സിമം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ് 6 സ്റ്റെപ്സ് ഫോർ ഗ്രേറ്റ് ടൈം മാനേജ്മെൻറ്റ്. സ്റ്റെപ്പ് 1, ടച്ച് ഇറ്റ് വൺസ്. നമ്മൾ രാവിലെ ഓഫീസിലേക്ക് വരുന്നു. അവിടെ ഇന്നലെ വൈകിട്ട് വന്നിരിക്കുന്ന കൊറിയർ ഇരിക്കുന്നു. നമ്മൾ എടുത്തു നോക്കുന്നു. ഓക്കെ, കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുന്നു, നമ്മൾ പൊട്ടിക്കുന്നു, അത് വായിക്കാൻ പോകുന്നു. അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു. ഇതവിടെ വെച്ചിട്ട് വാട്സപ്പിലേക്ക് നോക്കുന്നു. വാട്സപ്പിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു എൻക്വയറി ആയിരിക്കും. അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു. വീണ്ടും ഈ ലെറ്റർ എടുക്കുന്നു. ലെറ്റർ എടുക്കുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ ഒരു മെയിൽ വന്നിരിക്കുന്നു, അതിലേക്ക് പോകുന്നു, അത് നോക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഈ ലെറ്ററിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റാഫ് കയറി വരുന്നു, അന്ന് രാവിലത്തെ അവിടുത്തെ ഒരു ഇഷ്യൂമായിട്ട്. ഇതിങ്ങനെ ഇരിക്കും തോറും ഓരോ പുതിയ 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 ഇഷ്യൂസിലേക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു ചാപ്റ്റർ പോലും ക്ലോസ് ചെയ്യാതെ നമ്മളിതെല്ലാം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അടുത്തതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് ഗ്രേറ്റ് ഓർഗനൈസേഷൻസ് വിൽ നെവർ ഡു ലൈക്ക് ദിസ്. ദേ ഹാവ് എ പോളിസി, ടച്ച് ഇറ്റ് വൺസ്. അവർ സമയം ഉള്ളപ്പോൾ മാത്രമായിരിക്കും ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് പോകുന്നത്. അത് ഓപ്പൺ ചെയ്താൽ, അത് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് മാറൂ. ദേ ആർ ഹാവിങ് ഫോക്കസ്.
അറ്റ് എ ടൈം ദേ വിൽ ഡു ഓൺലി വൺ തിങ്. ബട്ട് തിങ്ക് ഓഫ് us. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറ്റ് എ ടൈം വി ആർ ഡൂയിങ് മൾട്ടിപ്പിൾ ടാസ്ക്. ഒരിക്കലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന 10 കാര്യങ്ങൾ തുറന്നിരിക്കുകയും ചെയ്യും. ഇതിൽ ഒരെണ്ണം പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തീർത്ത് മാറ്റാൻ പറ്റില്ല. സോ സ്റ്റെപ്പ് നമ്പർ 1 ഫോർ ടൈം മാനേജ്മെൻറ്റ്, ടച്ച് ഇറ്റ് വൺസ്. സ്റ്റെപ്പ് 2 മേക്ക് ലിസ്റ്റ്. നമുക്ക് 2 ടൈപ്പ് ആളുകളെ കാണാം. ഒന്ന് റിയാക്റ്റീവ്, 2 പ്രോ ആക്റ്റീവ്. റിയാക്റ്റീവ് എന്താണ്? ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അതിൽ ആക്ഷൻ എടുക്കുകയാണ് റിയാക്റ്റീവ്. പ്രോ ആക്റ്റീവ് അങ്ങനെയല്ല. ആ ഇൻസിഡൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അവരത് മുൻകൂട്ടി കാണും. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു, അപ്പോൾ ഞാൻ എന്ത് വേണം? ദേ ആർ പ്രോ ആക്റ്റീവ്. നമ്മുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഏറ്റവും പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയായ പ്രോ ആക്റ്റീവ് പീപ്പിൾസാണ്. ഫോർ ദാറ്റ് ദേ ഓൾവേസ് മേക്ക് എ ലിസ്റ്റ്. അവർക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യും. ഈ ലിസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. മാക്സിമം ദേ വിൽ സെറ്റ് 6 പ്രയോറിറ്റീസ് ഫോർ എ ഡേ. ഒരു ദിവസം അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 ഐറ്റംസ് ആയിരിക്കും അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ശരിയാണ്, ഈ പറയുന്ന റിയാക്റ്റീവ് ആളുകൾ ലിസ്റ്റ് ഉണ്ടാക്കും, ബട്ട് ഇറ്റ് വിൽ ബി ലെങ്തി. ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അകത്ത് കാണും. ആൻഡ് ദർ വിൽ ബി എ ടെൻഡൻസി ഫോർ റിയാക്റ്റീവ് പീപ്പിൾ ഈ പറയുന്ന ലിസ്റ്റിൻ്റെ അകത്ത് ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന്. എന്നാൽ ഈ പറയുന്ന പ്രോ ആക്റ്റീവ് പീപ്പിൾസ് വെൻ ദേ മേക്ക് എ ലിസ്റ്റ് ഓഫ് 6 അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് ദേ വിൽ കംപ്ലീറ്റ് ദാറ്റ് ലിസ്റ്റ്. ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന 6 മെയിൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് തീർത്തിരിക്കും. സോ സ്റ്റെപ്പ് നമ്പർ 2 ഇൻ ഗ്രേറ്റ് ടൈം മാനേജ്മെൻറ്റ്, മേക്ക് ലിസ്റ്റ്. സ്റ്റെപ്പ് നമ്പർ 3. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്ത് തീർക്കേണ്ട 6 ഐറ്റത്തിൻ്റെ ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ട്. സ്റ്റെപ്പ് 3യിൽ ചെയ്യുന്നത് അലോക്കേറ്റ് ടൈം. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ചെയ്യാനായിട്ട് എത്ര സമയം വേണം എന്ന് പെർഫെക്റ്റ് അലോക്കേറ്റ് ചെയ്യും. ഇത് നമ്മളെ സഹായിക്കും. എന്തിനു വേണ്ടി? ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പേ ഈ മെയിൻ 6 തിങ്സ് കംപ്ലീറ്റ് ആക്കാം എന്ന കോൺഫിഡൻസ് നമ്മളിൽ ബിൽഡ് ചെയ്യും. ഇഫ് യു ആർ അലോക്കേറ്റിംഗ് ദ പെർഫെക്റ്റ് ടൈം റിക്വയർഡ് ഫോർ ഈച്ച് ടാസ്ക്. സോ സ്റ്റെപ്പ് നമ്പർ 3 ഇൻ ഗ്രേറ്റ് ടൈം മാനേജ്മെൻറ്റ്, അലോക്കേറ്റ് ടൈം. സ്റ്റെപ്പ് 4 പ്ലാൻ ദ ഡേ. ഇവിടെയാണ് നമ്മളുടെ ഫസ്റ്റ് റൂള് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ടച്ച് ഇറ്റ് വൺസ്. നമുക്കിപ്പം മെയിൻ ലിസ്റ്റ് 6 എണ്ണമായി കയ്യിലുണ്ട്. ഇനി എന്താണ്? വെൻ യു ഓപ്പൺ വൺ ഓഫ് ദിസ് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഇതിനി ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത കാര്യം ഞാൻ ടച്ച് ചെയ്യുകയുള്ളൂ എന്നുള്ളത്. ഒരു റുട്ടീനും ഒരു സിസ്റ്റം ആൻഡ് പ്രോസസ്സ് നമ്മളുടെ ബിസിനസ്സിൽ, നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരാൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 5 പ്രയോറിറ്റൈസ്. നമ്മൾ ഒരുപാടടുത്ത് കേട്ടിട്ടുണ്ട്, നമ്മളുടെ 20% എഫേർട്ടാണ് 80% റിസൾട്ട് നമുക്ക് കൊണ്ടുവരുന്നത് എന്ന്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് എപ്പോഴായിരിക്കും നമ്മൾ ചെയ്യുന്നത്? നോർമലി ദർ ഈസ് എ ടെൻഡൻസി ടു ഡു ഇറ്റ് ഇൻ ദ ലാസ്റ്റ്. ഏറ്റവും അവസാനത്തേക്ക് നമ്മളത് മാറ്റിവെക്കും. ഈ അവസാനം വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പലപ്പോഴും ടൈം ആൻഡ് എനർജി അവിടെ കിട്ടാറില്ല. അത് നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പ്രോകാസ്റ്റിനേഷൻ അവിടെയാണ് സംഭവിക്കുന്നത്. സോ വെൻ യു പ്രയോറിറ്റൈസ് യുവർ ലിസ്റ്റ്, മേക്ക് ഷുവർ ദാറ്റ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരിക്കണം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഈ കോൺഫിഡൻസ് എന്താണ്? ഇനി എന്തും ഇത്രയും പാടുള്ള കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു, ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. ഒരു അകത്ത് നിന്നൊരു എനർജി വരും, ഒരു ഇൻസ്പിറേഷൻ ഫോർ കംപ്ലീറ്റിംഗ് ദാറ്റ് ലിസ്റ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് വെൻ യു പ്രയോറിറ്റൈസ്, do the most important and difficult task as the first thing in the morning. സെയിൽസ് ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട ഈ പറഞ്ഞ പ്രയോറിറ്റിയിൽ ഏറ്റവും ആദ്യം വരേണ്ടത് പ്രോസ്പെക്റ്റിംഗ്. എല്ലാ ദിവസവും രാവിലെ മിനിമം 2 to 4 hours എന്ന് പറയുന്നത് നമ്മളുടെ ടീമിൻ്റെ പ്രോസ്പെക്റ്റിംഗ് ടൈം ആയിരിക്കണം. കാരണം വിത്തൗട്ട് എ ന്യൂ പ്രോസ്പെക്റ്റ് യു ആർ ഔട്ട് ഓഫ്
ബിസിനസ്. നമുക്ക് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് പുതിയ പുതിയ പ്രോസ്പെക്ട്സിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഫോർ സെയിൽസ് ടീം, വെൻ യു മാനേജ് യുവർ ടൈം, മേക്ക് ഷുവർ ദാറ്റ് പ്രോസ്പെക്റ്റിങ്ങിനായിട്ട് എല്ലാ ദിവസവും രാവിലെ കൃത്യം ഒരു ടൈം സ്പെസിഫിക് ആയിട്ട് മാറ്റി വെച്ചിരിക്കണം. ആ സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോസ്പെക്റ്റിംഗ് നമ്മുടെ എൻറ്റയർ ടീം നടത്തിയിരിക്കണം. ഗ്രേറ്റ് ഓർഗനൈസേഷൻസ് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് നമ്പർ 6, ത്രോ ഇറ്റ് എവേ. എങ്ങനെ? വലിച്ചെറിയുക. നമ്മളുടെ ഓഫീസിലെ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി, അതല്ലെങ്കിൽ നമ്മളുടെ ഷെൽഫ് ഒന്ന് നോക്കിയാൽ മതി, എന്തിന് നമ്മുടെ മെയിൽ ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് എത്ര അൺറീഡായിട്ടുള്ള ഇൻബോക്സിൽ വന്ന് കിടക്കുന്ന മെയിലിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒരെണ്ണം സെർച്ച് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വന്ന ഒരു ലെറ്റർ ആ ടേബിളിൽ നിന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് എത്ര സമയമാണ് നഷ്ടപ്പെടുന്നത്. സോ നമുക്ക് അൺഇമ്പോർട്ടൻ്റ് ആണ്, അതല്ല എങ്കിൽ പിന്നീട് ലഭിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ത്രോയിങ് ഇറ്റ് എവേ. ഗ്രേറ്റ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഈ 6 സ്റ്റെപ്പ് ഫോർ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാൽ, നമ്മളുടെ ടീമിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ, യു ക്യാൻ ബിൽഡ് എ സിസ്റ്റം ആൻഡ് പ്രോസസ് ഇൻ ദ കമ്പനി. നമ്മളുടെ ടീമിൻ്റെ വർക്ക് എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി അതിശയകരമായ രീതിയിൽ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ടാക്ടിക്സ് ആൻഡ് സ്ട്രാറ്റജി. ഒരു ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മെത്തേഡ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. ഒരു ഷോർട്ട് ടൈം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഇമ്മീഡിയറ്റ് ഗെയിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ ടാക്ടിക്സ് എന്ന് പറയും. ലോങ് ടൈം അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് എന്ത്? സ്ട്രാറ്റജി. രസകരമായിട്ടുള്ള ഒരു കാര്യം, 90% എക്സിക്യൂട്ടീവ്സും എപ്പോഴും ഉപയോഗിക്കുന്നത് ടാക്ടിക്സ് ആണ്. ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് അവർ യൂസ് ചെയ്യാറുള്ളത്. ഓൺലി 9% യൂസ് സ്ട്രാറ്റജീസ്. എങ്ങനെ? 90% യൂസ് ടാക്ടിക്സ് ആൻഡ് 9% യൂസ് സ്ട്രാറ്റജി. റിമൈനിങ് there is 1%. They are the most എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്സ്. അവർക്കറിയാം എങ്ങനെ ടാക്ടിക്സും അതേപോലെ സ്ട്രാറ്റജിയും കമ്പൈൻ ചെയ്തിട്ട് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ദേ ബിലോങ് ടു എ ഗ്രേഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്. അവർക്ക് 2 വെപ്പൺസ് ഉണ്ട്: ഡിസിപ്ലിൻ ആൻഡ് ഡിറ്റർമിനേഷൻ.